ജീവിതത്തിൽ അസ്വസ്ഥതകളും അസമാധാനവും അനേകവിധമായിട്ടുള്ള വേദനകളും നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളതായ ഒരു ചിന്തയും ഒക്കെ ഉണ്ടാകുമ്പോൾ സമാധാനം പകരുന്നതായ ഒരു വാക്യമുണ്ട്, സന്തോഷം നൽകുന്നതായ ഒരു വാക്യമുണ്ട്. നാം തനിച്ചല്ല എന്ന് നമുക്ക് ബോധ്യം വരുത്തുന്നതായ ഒരു അനുഭവ വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം വാക്യം. അത് വലിയൊരു വാഗ്ദത്തങ്ങളൊന്നുമല്ല, ഒരു സംഭവമാണ്. അതിങ്ങനെ വായിക്കുന്നു: യേശു ഗെരസന്യ പ്രദേശത്തു നിന്നും ഗലീലയിൽ മടങ്ങി വന്നപ്പോൾ ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. അവർ എല്ലാവരും യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ അവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എവിടെ നിന്നാണ് യേശു വന്നതെന്നറിയാം? ഗെരസന്യ പ്രദേശത്തു നിന്ന്. കർത്താവ് ഗലീല നാട്ടിൽ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം യേശുവിന് തോന്നി നദിക്ക് അക്കരെ പോകണം. പടകിൽ അക്കരെ ചെന്നിട്ട് ആ അക്കരെയുള്ള ആ ദ്വീപിൽ ചില വിടുതലുകൾക്ക് വേണ്ടി ചില മനുഷ്യർ കാത്തു നിൽക്കുന്നു എന്ന് യേശുവിന് ബോധ്യപ്പെട്ടു. ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലെറ്റ് us go to the other side of the river. നാം അക്കരയ്ക്ക് പോവുക. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്തിനാണ് പോകുന്നതെന്ന്. ഇത്ര വളരെ ഒരു പുരുഷാരം അവിടെ നോക്കി നിൽക്കുമ്പോൾ അവരെ വിട്ടിട്ട് യേശു അക്കരെ പോയി. എന്നാൽ ഇക്കരെ നിന്നതായ ഗലീലയിൽ നിന്നതായ ജനങ്ങൾക്ക് വളരെ വിഷമം. സാധാരണയായി യേശു പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുത്തുള്ളൂ. കാരണം ചെല്ലുന്ന ദേശത്തു നിന്നൊന്നും യേശുവിനെ വിടത്തില്ല. അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കുന്നു, അനേകർ രക്ഷയിലേക്ക് കടന്നു വരുന്നു. അരുമനാഥനെ കാണുവാൻ വേണ്ടി ജനങ്ങൾ അങ്ങ് തിക്കും തിരക്കും കൂട്ടുന്നു. വലിയ കൺവെൻഷൻ പോലെയുള്ളതായ സമ്മേളനങ്ങൾ നടക്കുന്നു. കർത്താവിന് പെട്ടെന്ന് ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്തേക്ക് വരുവാൻ കഴിയില്ല. ഗലീലയിലുള്ളവർ അങ്ങനെ ഭാരപ്പെട്ടിരുന്നു. പക്ഷെങ്കിൽ യേശു ഗെരസന്യ പ്രദേശത്ത് ചെന്നപ്പോൾ അനേക പാപികൾ അവിടെ ഉണ്ടായിരുന്നു. അനേക രോഗികളുണ്ട്, അനേക പക്ഷപാതക്കാരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, ഭൂതഗ്രസ്തരുണ്ട്, അനേകർ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അനേകർ ദാരിദ്ര്യത്തിന്റെ പടുക്കോണിയിൽ തകർന്നു പോയിട്ടുള്ള ജീവിതങ്ങളുണ്ട്, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ജീവിതത്തിൽ എങ്ങോട്ടൊന്ന് പോകണമെന്നറിയാതെ നെട്ടോട്ടം ഓടുന്നതായ ജനങ്ങൾ ധാരാളം ഗെരസന്യ പ്രദേശത്തുണ്ട്. പക്ഷെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവൻ ഒരൊറ്റ ഒരുത്തൻ, ഒരു ഭൂതഗ്രസ്തൻ മാത്രം. അവൻ മാത്രം കർത്താവിനെ കണ്ടു, തിരിച്ചറിഞ്ഞു, യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു. ഈ വിവരം കേട്ടറിഞ്ഞപ്പോൾ ഗെരസന്യ പ്രദേശത്തു നിന്ന് ജനങ്ങൾ ഇളകി, എല്ലാവരും ഓടി വന്നു. അയ്യോ, ഭൂതഗ്രസ്തനെ, നമ്മൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നായ ഭൂതഗ്രസ്തന് സൗഖ്യം കൊടുത്തവനാ. കർത്താവിനെ കണ്ടപ്പോൾ, അവൻ ഭൂതഗ്രസ്തന് കൊടുത്തതായ വിടുതലിന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഭയപ്പെട്ടു. അവർ ഒന്നായി ചേർന്നുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, അവിടുത്തെ ജനസമൂഹം മുഴുവനും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ സംഭവം 3 സുവിശേഷങ്ങളിൽ വിവരിച്ചിട്ടുണ്ടെങ്കിലും ലൂക്കോസ് വൈദ്യൻ എഴുതിയതായ സംഭവം നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തതായ ചില അനുഭവങ്ങൾ കൊണ്ടുവരികയാണ്. 36-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവിടുത്തെ ജനസമൂഹം മുഴുവനും ഒന്നു ചേർന്നുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, ഈ ദേശം വിട്ട് നീ പോണം, ഇവിടെ നിന്നുകൂടാ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് സൗഖ്യവും വേണ്ട, വിടുതലും വേണ്ട, യേശുവിന്റെ സാന്നിധ്യം അവർക്ക് വേണ്ട. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വിഷയമൊന്നുമല്ല. കർത്താവിനറിയാം, ഒരു മനുഷ്യൻ മാത്രമാണ് അവിടുത്തെ വിടുതൽ പ്രാപിച്ചത്. അവനോട് യേശു പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വരാതെ നിന്റെ വീട്ടിൽ ചെന്ന് ദേശത്തെല്ലായിടവും സുവിശേഷം നീ പറഞ്ഞോളുക. ഞാനിതാ പോകുന്നു തിരിച്ച് ഗലീല പ്രദേശത്തേക്ക്. ഗലീല പ്രദേശത്തുള്ളവരോ, അവർ യേശുവിനായി കാത്തിരിക്കുന്ന ഒരു ജനസമൂഹം. അവരോട് യേശുവിനൊരു കടപ്പാടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയും ദൂതന്മാർ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പേ അവൻ ഗലീലയ്ക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഗലീല നാടിനോട് യേശുവിന് ഒരു കടപ്പാടുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, അനേകം മുടന്തന്മാരെ നടക്കുമാറാക്കിയവൻ,
കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തവൻ, കുഷ്ഠരോഗികളെ വിടുതലാക്കിയവൻ, സൗഖ്യം എല്ലായിടത്തും, താൻ നടന്നു പോകുന്നിടത്ത് തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുന്നവർക്ക് പോലും സൗഖ്യം. ദേശത്തെല്ലാം യേശുവിനെ കുറിച്ചുള്ളതായ ഒരു ശ്രുതി ഗലീല നാടെങ്ങും മഹത്വപ്പെടുകയാണ്, ഉയർത്തപ്പെടുകയാണ്. അവർ സമാധാനത്തിന്റെ ദൈവത്തെ കണ്ടെത്തി, സൗഖ്യവും വിടുതലും കൊടുക്കുന്ന നാഥനെ അവർ കണ്ടെത്തി. എന്നാൽ ഗെരസേന്യ പ്രദേശക്കാർക്കോ വിടുതലിന്റെ കഥ കേട്ടപ്പോൾ അവരിൽ ഭയം ഉളവായി, അവരിൽ ഒരു പൈശാചിക ബാധയുണ്ടായി. അവർ വീണ്ടും ഭയത്തിനടിമകളായി തീർന്നു. ഒരു ഭൂതഗ്രസ്തനെ പോലെ അനേക ഭൂതഗ്രസ്തന്മാരെ കുറിച്ചുള്ള ഒരു ഭയം ആ ഗെരസേന്യ പ്രദേശത്തെ വേട്ടയാടി. ആ ഭയത്തിൽ നിന്നുള്ളതായ വാക്കാണ് ജനസമൂഹം മുഴുവനും ഒന്നായി ചേർന്നുകൊണ്ട് കർത്താവിനോട് പറയുന്നു. അതിന്റെ 37-ാം വാക്യത്തിൽ, 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ, പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം അവർ ലാൻഡ്, ഞങ്ങളുടെ ദേശം നീ വിട്ടുപോകണം. കർത്താവിനെ വെൽക്കം ചെയ്യുന്നതായ ഒരു ഗലീല നാടിൽ ആ ജനസമൂഹം മുഴുവനും യേശുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട നാൾ മുതൽ കണ്ണുനീരോടെ അവർ കാത്തിരുന്നു. എന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ അടുത്ത് വരും, ഗുരു എന്നാണ് തിരിച്ചു വരുന്നതെന്ന് ഓർത്തുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ കടൽക്കരയിൽ നിന്ന് മാറാതെ കണ്ണുനീരൊഴുക്കി അവിടെ കാത്തിരുന്നു. അവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവിത യേശുവിനെ കൊണ്ടുവരികയാണ്. ഗലീലയിലെ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല എന്നുള്ളതായ ഒരു വെളിപ്പാട് യേശുവിന് കൊടുത്തു. കർത്താവ് അവിടേക്ക് തിരികെ വന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, യേശുവിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്നതായ അസ്വസ്ഥത, ആ സാന്നിധ്യത്തിന്റെ സന്തോഷം അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ജീവിതത്തിൽ അത് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടുതരുന്നതായ സമാധാനം, വിടുതൽ, യേശു നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന സ്വസ്ഥത, അയ്യോ അതത്ര ബഹുത്തായതാണ്. ലോകം തരാത്ത സമാധാനം, ലോകം തരാത്ത വിടുതൽ, ഈ ലോകത്തിന് ആർക്കും തരുവാൻ കഴിയാത്തതായ അനേക വിടുതലുകളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ സാന്നിധ്യത്തിൽ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ആ യേശു ഒരു ദിവസമെങ്കിലും വിട്ടു നിൽക്കുന്നത് അവനെ കൊണ്ട് സഹിച്ചുകൂടാ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരെല്ലാവരും അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 40-ാം വാക്യം, യേശു മടങ്ങി വന്നപ്പോൾ ജനങ്ങളെല്ലാം സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മോട് ചോദിക്കുവാൻ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ ഗെരസേന്യ നാട്ടുകാരനോ ഗലീല നാട്ടുകാരനോ? ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, യു ആർ ഫ്രം വേർ? ഗെരസേന്യയിൽ നിന്നുള്ളവനാണോ? എങ്കിൽ വിടുതലുകളെ കാണുമ്പോഴും, സൗഖ്യത്തെ കാണുമ്പോഴും, രക്ഷയുടെ ദൂതിനെ കേൾക്കുമ്പോഴും, സൗഖ്യത്തിന്റെ ദാതാവിനെ നീ കാണുമ്പോഴും, യേശുവിന്റെ സാന്നിധ്യം നീ അനുഭവിക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ ഭയം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. യേശുവിന്റെ അടുത്തുനിന്ന് നിനക്ക് വിട്ടുപോകണം. കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അസ്വസ്ഥത കൊണ്ടുവരും. കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് ഭയത്തെ കൊണ്ടുവരും. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ നീ ഗലീലക്കാരനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നീ കടന്നു വരും. സൗഖ്യത്തിന്റെ, വിടുതലിന്റെ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് വിശ്വസിക്കുന്ന ചില വ്യക്തികൾ ആ ഗലീല പ്രദേശത്തു നിന്ന് ദൈവം ഉണർത്തിച്ചു കൊണ്ടുവരും. കാരണം രക്ഷയുടെ ദൂതിനെ അവർ കണ്ടു, രക്ഷകനെ അവർ കണ്ടു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായി നമ്മളോട് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഗെരസേന്യ പ്രദേശക്കാരായി നാം അറിയാതെ മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഗെരസേന്യക്കാരായി മാറിപ്പോയി. പലപ്പോഴും നമുക്ക് അതിനെ കഴിയുന്നുള്ളൂ. നമ്മൾ യേശുവിന്റെ സാന്നിധ്യത്തെ വെറുക്കുന്നു, യേശുവിന്റെ സാന്നിധ്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, യേശുവിന്റെ സാന്നിധ്യത്തെ നമ്മൾ മറുത്ത് സംസാരിക്കുന്നു, യേശു എന്നിൽ നിന്ന് വിട്ടുപോകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെയും ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആ വിളിയും തെരഞ്ഞെടുപ്പും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാത്ത ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ, നാം ഗലീലക്കാരായി എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ കാക്കപ്പെടുന്നു. അങ്ങനെയുള്ളവരോട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനും അല്ലെങ്കിൽ അവന്റെ കല്ലറയിൽ കാവൽ നിന്ന ദൂതന്മാർക്കും
ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട്. നിങ്ങൾക്ക് മുമ്പേ അവൻ ഗലീലയ്ക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് അങ്ങനെ ഒരു ബാധ്യത നിന്നെക്കുറിച്ചുണ്ട്. ഉയർപ്പിലും നിന്നെ വിട്ടു പോകുവാൻ യേശു വിസമ്മതിക്കുന്നു. നിന്നെ കാണണം, നിന്റെ ദേശത്ത് കടന്നു വരണം, നിന്നോട് സദ്വർത്തമാനം അറിയിക്കണം. ഉയർപ്പിന്റെ സന്ദേശം, രക്ഷയുടെ സന്ദേശം, സന്തോഷത്തിന്റെ സന്ദേശം നിന്നോട് അറിയിക്കണമെന്ന് യേശുവിന്റെ ഉള്ളത്തിൽ ഒരു താല്പര്യം. അത് ജീവനോട് ഇരിക്കുമ്പോൾ മാത്രമല്ല, താൻ ആത്മാവിൽ സഞ്ചരിക്കുമ്പോഴും നിന്നെക്കുറിച്ച് ദൈവത്തിനും സ്വർഗത്തിനും ഒരു ചിന്ത, ഒരു ഭാരം. എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്കായി കാത്തിരിക്കുന്നു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വാസ്തവമായി ചോദിക്കുകയാണ്, നീ ഗെരസേന്യ പ്രദേശക്കാരനോ? പലപ്പോഴും യെസ്, അങ്ങനെ ആയി പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലപ്പോഴും ഞാൻ ഗെരസേന്യക്കാരനായി തീർന്നിട്ടുണ്ട്. ഞാൻ ഗെരസേന്യക്കാരെ പോലെ സംസാരിച്ചു, അവരെ പോലെ ഞാൻ ചിന്തിച്ചു, അവരെ പോലെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത്. എന്നാൽ രക്ഷയുടെ സന്ദേശം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ഉറപ്പിച്ചപ്പോൾ, അരുമനാഥന്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ഉറപ്പിച്ചപ്പോൾ, എൻ്റെ ദേഹി രക്ഷയ്ക്കായി അത് കാക്ഷിച്ചു. എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, ആ സന്തോഷത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇന്ന് ക്രിസ്തു നിമിത്തം നാം ഗലീലക്കാരായി മാറാൻ ദൈവം സ്വർഗം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഗലീലക്കാരായിരിക്കുവാൻ, യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത്തിലായിരിക്കാൻ, കർത്താവിൽ നിന്നുള്ളതായ വിടുതൽ അനുഭവിക്കുവാനുള്ളതൊരു ഭാഗ്യമുള്ളവരായിരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിന്റെ തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ? അതോ നീ ഇപ്പോഴും ഗെരസേന്യ പ്രദേശത്തിലുള്ളവനോ? അവിടെ നിനക്ക് മേയ്ക്കുവാൻ ധാരാളം പന്നിക്കൂട്ടങ്ങളുണ്ട്. നിനക്കതൊന്നും ഒരു നഷ്ടമല്ല. അതിൽ കുറെ ചത്തുപോയിരുന്നാലും ശരി, നിനക്ക് വീണ്ടും വീണ്ടും പന്നികളെ ധാരാളമായി വാങ്ങുവാനുള്ള പണം കാണും. നിനക്കവിടെ ചില പ്രതാപങ്ങളുണ്ട്, ചില മഹത്വങ്ങളുണ്ട്. എന്നാൽ അവിടെയും നിന്നെ ഭയപ്പെടുത്തുന്നതായ, നീ ദുഷ്ടനെന്നും നീ അല്ലെങ്കിൽ നികൃഷ്ട ജീവിയെന്നും എണ്ണിക്കൊണ്ടിരുന്നതായ ചില ഭൂതഗ്രസ്തന്മാർ നിന്റെ കൺമുമ്പിൽ വെച്ച് സൗഖ്യം പ്രാപിച്ച് യേശുവിനോടുകൂടെ ചേരുന്ന ഒരനുഭവവും സ്വർഗം അവിടെ കാഴ്ചവെക്കുന്നു എന്ന് നീ മറന്നു കളയരുത്. നിന്റെ ജീവിതത്തിൽ നിന്നും നിനക്ക് ദൈവം തരുന്നതായ ജ്ഞാനവും ബുദ്ധിയും വിവേകവും ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഉണ്ടാകുന്നതായ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ അനുഭവിച്ചറിയുന്ന വ്യക്തിയായിരിക്കണം. സ്വർഗം അങ്ങനെയുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് മുമ്പേ, നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നവനായ യേശു, ആ ഗലീലക്കാർക്ക് വേണ്ടി ഉള്ളതായ തൻ്റെ ഒരു ഭാരത്തോടെയുള്ള ഒരു സാന്നിധ്യബോധം അവർക്കുണ്ടാകണം എന്നുള്ളതായ ഒരു ആഗ്രഹം യേശുവിൽ ഉണ്ടായി. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു ചെറിയ കാര്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തൻ്റെ ക്രൂശ് ചുമന്നതായ അരിമത്യക്കാരനായ യോസഫിനോടൊരു താങ്ക് യു പറയാതെ, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരിൽ പലർക്കും 3.5 വർഷക്കാലം യേശുവിനോട് ഒപ്പം സഞ്ചരിച്ചതായ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകാതെ, ചിലരുടെ ജീവിതങ്ങളോട് മാത്രം കർത്താവ് ചില സൂചനകൾ കൊടുത്തിട്ട് ഓടിപ്പോയിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? എല്ലാവരെക്കാളും മുമ്പ് എനിക്ക് ഗലീലയിൽ എത്തണം. ദൈവത്തിന് സ്തോത്രം. ചില ഗലീലക്കാർ യേശുവിനെ കാത്തിരിക്കുന്നു. അവനായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക്, അവനായി കാത്തിരിക്കുന്നവരുടെ വീണ്ടെടുപ്പിന്, അവനായി കാത്തിരിക്കുന്നവരുടെ വിടുതലിനായി, അവനായി കാത്തിരിക്കുന്നവരുടെ ഉയിർപ്പിനായി കർത്താവിതാ ഈ രാത്രി, ഈ പകൽക്കാലവും നമ്മെ സന്ദർശിക്കുകയാണ്. നമ്മോട് ചോദിക്കുന്നു, നീ എവിടുത്തുകാരനാണ്? പ്രൈസ് ദി ലോർഡ്. നീ എവിടുത്തുകാരനാണ്? യേശുവിനെ കാണണ്ട എന്ന് നിന്റെ ദേശം വിട്ട്, നിന്റെ ഭവനം വിട്ട് പോകണമെന്ന് പറയുന്ന ഒരു ദേശത്തിലെ വ്യക്തിയാണോ? അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പാണോ നിനക്കുള്ളത്? അവിടുത്തെ ഒരു ജോലിയാണോ നിനക്കുള്ളത്? അവിടുത്തെ ഒരു വരുമാനമാണോ നിനക്കുള്ളത്? അവിടുത്തെ ഒരു സന്തോഷമാണോ നിനക്കുള്ളത്? അങ്ങനെയെങ്കിൽ അതൊക്കെയും ന്യായം വിധിക്കപ്പെടുന്നതായ ഒരു ദിവസമുണ്ട്. എന്നാൽ നീ ഗലീലക്കാരനെങ്കിൽ, അരിമനാഥന്റെ പാദത്തിൽ ഇരിക്കുന്നതായ ഒരു അനുഭവം, നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ സമാധാനത്തെക്കുറിച്ചുള്ള ഒരു ഉൾബോധം, അത് ലോകം തരാത്ത സമാധാനം നിന്റെ ഭവനത്തിലേക്ക് ഇതാ കൊണ്ടുവരുന്നു, നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇതാ കൊണ്ടുവരുന്നു. ഈ ലോകത്തിൽ എല്ലാം, ഈ ലോകം മുഴുവനും നേടിയിരുന്നാലും, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിരുന്നാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബിസിനസ്സിൽ കൂടെ, ജോലിയിൽ കൂടെ, അല്ലെങ്കിൽ ഓരോ സ്ഥാനമാനങ്ങളിൽ കൂടെ
മഹത്വങ്ങളിൽ കൂടെ, ആദരവുകളിൽ കൂടെ ഈ ലോകത്തിൽ പല പേരുകളും നിനക്ക് എടുക്കുവാൻ കഴിഞ്ഞേക്കും. പക്ഷെങ്കിൽ ഒരു ഗലീലക്കാരനാണ് നീയെങ്കിൽ ഈ ലോകത്തിൽ വലിയ പേരും മഹത്വവും ജാതിയും ഉന്നതത്വവും ഒന്നും കാണത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം സത്യമാണ്, വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു ഭാഗ്യമേറിയ ഒരു ജനങ്ങൾ നിന്റെ മധ്യത്തിലുണ്ട്, നിന്റെ ദേശത്തിലുണ്ട്, നിന്റെ ഭവനത്തിലുണ്ട്, നിന്നിലുണ്ട്. നിനക്കത് അവൻ തന്നുകൊണ്ടിരിക്കും. കഷ്ടങ്ങൾ വരുമ്പോൾ, വിടുതലുകൾ വരുമ്പോൾ, അനേക വൈദ്യന്മാരാൽ സൗഖ്യമാക്കുവാൻ കഴിയാത്ത രോഗബാധകൾ നിന്റെ ദേശത്തിലുള്ളപ്പോൾ, അനേക കുരുട്ട് അല്ലെങ്കിൽ ആ രോഗം നിന്റെ കണ്ണുകളെ കുരുടാക്കി കളയുന്ന അനേക കുരുടന്മാർ നിന്റെ ദേശത്തുള്ളപ്പോൾ, അനേക കുഷ്ഠരോഗികൾ ഉള്ളപ്പോൾ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു യേശു, അവൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരും, നിന്റെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരും. ലോകം തരാത്ത സമാധാനമാം യേശു കൊണ്ടുതരും. അവനിൽ കൂടെ അനുഭവിക്കുന്ന സന്തോഷം ഈ ലോകത്തിൽ എന്ത് നേടിയിരുന്നാലും അതുമായിട്ട് തത്തുല്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഈ പ്രഭാതത്തിൽ നീ ഒരു ഗലീലക്കാരനാകാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അക്ഷരികമായ ഗലീലയല്ല, ആത്മീകമായ ഒരു ഗലീല അനുഭവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെങ്കിൽ, യേശു നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇതാ അധികം നാളുകളിൽ നീ ബാക്കിയില്ല. നിന്നെ ചേർക്കുവാൻ, നിനക്ക് സന്തോഷം തരുവാൻ, നിനക്ക് സമാധാനം തരുവാൻ, ഈ ലോകത്തിൽ നിന്റെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെയും നിനക്ക് തന്ന് നിന്നെ പോഷിപ്പിക്കുവാൻ അവൻ്റെ സാന്നിധ്യ ബോധം നിന്റെ ജീവിതത്തിൽ വലിയൊരു ആനന്ദമായി തരട്ടെ. യേശു തിരികെ വന്നപ്പോൾ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് സന്തോഷിച്ചു, അവനെ സ്വീകരിച്ചു, അവർ അവനായി കാത്തിരിക്കുകയായിരുന്നു. ഗോഡ് ബ്ലെസ് യു.